ഹോണറിന്റെ ഹോണർ X60i 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളൊക്കെ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോണർ X60i 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ വന്നേക്കാം. പിന്നെ LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഈ ഒരു ഫോണിന്റെ വില ഏകദേശം 19,700 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടായിരിക്കും വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ AMOLED ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൽ LCD ഡിസ്പ്ലേ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പം അത് കുറച്ചൊരു ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇതൊരു ഡ്യുവൽ പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും വരിക. അതായത് 2 പഞ്ചോൾ വരുന്നതായിരിക്കും. ഇപ്പം iPhone 15 സീരീസിലേതുപോലുള്ള ഒരു പഞ്ചോളൊക്കെ ആയിരിക്കും ഇതിൽ വരിക. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ഫ്രണ്ടിൽ സിംഗിൾ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. ഇപ്പോൾ സിംഗിൾ ക്യാമറ ആയിട്ടും എന്തുകൊണ്ട് ഡ്യുവൽ പഞ്ചോൾ കൊടുക്കുന്നു എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും ഇതിൽ ഡ്യുവൽ പഞ്ചോൾ ഡിസ്പ്ലേ വരാനാണ് ചാൻസ്. പിന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്തേക്കാം. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകൾ വന്നിട്ടില്ല. ചിലപ്പോൾ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ വന്നേക്കാം. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ട് അത്ര മികച്ചതായിക്കൊള്ളണം എന്നില്ല. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഫോണിന്റെ വെയിറ്റ് വരിക ഏകദേശം 172 ഗ്രാം ആയിരിക്കും. അപ്പം അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞ ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. അതുപോലെ തന്നെ തിക്നെസ് വരിക 7.18 mm ആയിരിക്കും. അപ്പോൾ തിക്നെസ്സും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 6080 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. നേരത്തെ പറഞ്ഞിട്ടുള്ള 19,700 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്ര മികച്ച പ്രോസസ്സർ എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സർ ഒന്നുമില്ല, എന്നാലും ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ എന്ന് പറയാം, അത്രയേ ഉള്ളൂ. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ബേസ് വേരിയന്റിൽ 8GB റാമും 256GB ഇന്റേണലും വന്നേക്കാം. 12GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 12GB റാമും 512GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നതായിരിക്കും. Android 14 ബേസ് ആയിട്ടുള്ള Magic OS സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 50 മെഗാ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ 2 മെഗാ ഒരു ഡെപ്ത് സെൻസറും ഈ ഫോണിൽ വന്നേക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ടായിരുന്നാൽ കുറച്ചുകൂടി നന്നായിന് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. അപ്പം ഓൺ പേപ്പർ അത്ര മികച്ചൊരു ക്യാമറ സ്പെസിഫിക്കേഷനും വന്നോളണം എന്നില്ല. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. 35 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വന്നേക്കാം. അത് അത്യാവശ്യം തിരക്കില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം തിരക്കില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ 26-നാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ആ ഒരു ദിവസം ഇന്ത്യൻ മാർക്കറ്റിലല്ല ഈ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ദിവസം ചൈനീസ് മാർക്കറ്റിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ ഫോണിന്റെ വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 8GB റാം 256GB ഇന്റേണൽ വെർഷന്റെ വില 1699 യുവാൻ ആയിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് 19,700 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്ര മികച്ച ഫീച്ചേഴ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ AMOLED ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ മിസ്സിംഗ് ആണ്. പ്രോസസ്സർ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ക്യാമറ സ്പെസിഫിക്കേഷനും അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് വന്നേക്കാം. അപ്പം എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ വന്നോളണം എന്നില്ല. എന്തായാലും വിലയുടെ കാര്യങ്ങളൊന്നും കൺഫേം ആയിട്ടില്ല. ഇനി ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ന്യൂസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു 15,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഹോണർ X60i 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.